ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കണേ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നിന്നും ഉത്ഭവിച്ച ഒരു ആടു ജനൂസാണ് അട്ടപ്പാടി ബ്ലാക്ക് ആട്. ഈ ആടുകൾക്ക് കറുത്ത നിറവും ചെമ്പൻ കണ്ണുകളുമാണ്. ഇതിനു പുറമെ നീണ്ട കാലുകളും കണ്ടുവരുന്നു. പാലുൽപാദനവും ഒറ്റ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളും താരതമ്യേന കുറവാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനമാണ്. അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിൽ കുന്നിൻ മുകളിൽ മാത്രം കണ്ടുവരുന്ന അട്ടപ്പാടി ബ്ലാക്ക് ആടുകൾ മുഖ്യമായും ഇറച്ചി ആവശ്യത്തിന് വളർത്തുന്നതാണ്. പാലിനും മാംസത്തിനും ഔഷധ ഗുണം ഉണ്ടെന്ന് പറയപ്പെടുന്നു. പാവപ്പെട്ടവന്റെ പശു എന്നറിയപ്പെടുന്ന ഈ ഇനം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതും കഠിനമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതുമാണ്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാലക്കാടിന്റെ തനതായ അട്ടപ്പാടി ബ്ലാക്ക് ആടിനെ സംരക്ഷിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലെ കാർഷിക വിളകളിൽ കറുത്ത സ്വർണം എന്ന വിശേഷണത്താൽ അറിയപ്പെടുന്നത് കുരുമുളകാണെങ്കിൽ അട്ടപ്പാടിയുടെ കറുത്ത സ്വർണം ആ നാടിന്റെ ജൈവ പൈതൃകമായ അട്ടപ്പാടി ബ്ലാക്ക് ആടുകളാണ്. പാലക്കാട് ജില്ലയുടെ വടക്ക് കിഴക്ക് മേഖലയിൽ നീലഗിരി കുന്നുകളുടെ താഴ്വരയിൽ ഭവാനി പുഴയുടെ തീരത്ത് ഏകദേശം 827 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അട്ടപ്പാടി മേഖലയിൽ ഉരുത്തിരിഞ്ഞ കേരളത്തിന്റെ തനത് ആടുകളാണ് അട്ടപ്പാടി ബ്ലാക്ക് അഥവാ അട്ടപ്പാടി കരിയാടുകൾ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആനിമൽ ജനറ്റിക്സ് റിസോഴ്സ് ബ്യൂറോ NBAGR ഒരു പ്രത്യേക ജനൂസായി അംഗീകരിച്ച് ദേശീയ ബ്രീഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ 34 ജനൂസ് ആടുകളിൽ ഒന്നുകൂടിയാണ് അട്ടപ്പാടി ബ്ലാക്ക് ആടുകൾ. അട്ടപ്പാടി മേഖലയിൽ ഉൾപ്പെടുന്ന പുതൂർ, അഗളി, ഷോളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ഗോത്ര ഗ്രാമങ്ങളിലാണ് പ്രധാനമായി ഈ ജനൂസ് ആടുകൾ കാണുന്നതും പരിപാലിക്കപ്പെടുന്നതും. ഇരുളരും കുറുമ്പരും മുതുകരും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ഗോത്ര സമൂഹമാണ് അട്ടപ്പാടി ബ്ലാക്ക് ആടുകളുടെ വംശരക്ഷകർ. തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ഗോത്ര ജനത അട്ടപ്പാടി ആടുകളെ പരിപാലിക്കുന്നത്. ഗോത്ര ജനതയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തിൽ അട്ടപ്പാടി കരിയാടുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഒരു കുടുംബത്തിന്റെ സമ്പത്തും ധനസ്ഥിതിയും കണക്കാക്കുന്നത് പോലും അവർക്ക് സ്വന്തമായുള്ള ആടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശേഷവത്സരങ്ങളിലും വിവാഹവേളയിലും സമ്മാനമായി നൽകുന്നതും ഈ കരിയാടുകളെ തന്നെ. അട്ടപ്പാടി ആടുകളുടെ പാലും ഇറച്ചിയും ആരോഗ്യദായകവും ഔഷധവുമാണെന്നാണ് ഗോത്ര സമൂഹത്തിലെ പരമ്പരാഗത വിശ്വാസം. പകൽ മുഴുവൻ അട്ടപ്പാടി വനമേഖലയിൽ മേയാൻ വിടും. രാത്രി കാലങ്ങളിൽ ഈറ്റ കൊണ്ടും മരത്തടി കൊണ്ടും നിർമ്മിച്ച കൂടുകളിൽ പാർപ്പിച്ചുമാണ് പരമ്പരാഗത കർഷകർ അട്ടപ്പാടി ആടുകളെ പരിപാലിക്കുന്നത്. പൊതുവെ മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ളവയാണ് അട്ടപ്പാടി കരിയാടുകൾ. എണ്ണ കറുപ്പുള്ള രോമാവരണവും ചെമ്പൻ കണ്ണുകളുമാണ് അട്ടപ്പാടി കരിയാടുകൾക്കുള്ളത്. അരയടിയോളം മാത്രം നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന വീതി കുറഞ്ഞ കറുത്ത ചെവികളും കുത്തനെ വളർന്ന് പിന്നോട്ട് പിരിഞ്ഞു വളരുന്ന ചാരനിറമുള്ള കൊമ്പുകളുമാണ് ഇവയുടെ മുഖലക്ഷണം. പെണ്ണാടുകളിലും ആണാടുകളിലുമെല്ലാം കൊമ്പുകൾ കാണാം. ചെറിയ ശതമാനം ആടുകളുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന തൊങ്ങലുകൾ കാണാം, അതും കറുപ്പ് തന്നെ. കുന്നുകളും പാറക്കല്ലുകളും നിറഞ്ഞ അട്ടപ്പാടിയിലെ മലയോര മേഖലയിലും വനമേഖലയിലും മേയുന്നതിന് അനുയോജ്യമായ കരുത്തുള്ള നീളൻ കൈക്കാലുകളും ഉറപ്പുള്ള കുളമ്പുകളും അട്ടപ്പാടി കരിയാടുകളുടെ സവിശേഷതയാണ്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള അതിജീവന ശേഷിയും അട്ടപ്പാടി ബ്ലാക്ക് ആടുകൾക്കുണ്ട്. വളരെ കുറഞ്ഞ അളവ് വെള്ളം മാത്രമേ ഈ ആടുകൾക്ക് ആവശ്യമുള്ളൂ. മറ്റിനം ആടുകൾ പൊതുവെ കഴിക്കാൻ മടിക്കുന്ന ഗുണമേന്മ കുറഞ്ഞ പുല്ലും പച്ചിലകളും എല്ലാം അട്ടപ്പാടി ആടുകൾ ഒരു മടിയും കൂടാതെ ആഹരിക്കും. 8-9 മാസം എത്തുമ്പോൾ പെണ്ണാടുകൾ ആദ്യ മതി ലക്ഷണങ്ങൾ കാണിക്കും. 13 മുതൽ 14 മാസം പ്രായമെത്തുമ്പോൾ തന്നെ ആദ്യ പ്രസവം നടക്കും. ഭൂരിഭാഗം പ്രസവങ്ങളിലും ഒറ്റ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 1.25 കിലോഗ്രാം വരെ ശരീര തൂക്കമുണ്ടാവും.
പ്രതിദിനം 1/4 ലിറ്ററിൽ താഴെ മാത്രമാണ് പാലുൽപാദനം. മാംസാവശ്യത്തിനുമാണ് അട്ടപ്പാടി ആടുകളെ പ്രധാനമായും വളർത്തുന്നത്. 18 മാസത്തിലധികം പ്രായമുള്ള മുട്ടനാടുകൾക്ക് ശരാശരി 35 മുതൽ 40 കിലോഗ്രാം വരെയും പെണ്ണാടുകൾക്ക് 30 മുതൽ 32 കിലോഗ്രാം വരെയും ശരീര തൂക്കമുണ്ടാവും. പകൽ മുഴുവൻ മേഞ്ഞു നടന്നുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന ആടുകളായതിനാൽ കൂട്ടിൽ തന്നെ കെട്ടിയിട്ട് വളർത്താൻ ഈ ആടുകൾ അനുയോജ്യമല്ല. കറുത്ത ആടിന്റെ മാംസത്തിന് രുചിയും ഗുണവും ഔഷധ മേന്മയും ഏറെയുണ്ടെന്ന് പൊതുവെ കരുതപ്പെടുന്നതിനാൽ വിപണിയിൽ അട്ടപ്പാടി ആടിന്റെ ഇറച്ചിക്ക് മൂല്യം ഏറെയാണ്. മാംസാവശ്യത്തിനുള്ള വിൽപ്പനയും കശാപ്പും വ്യാപകമായതോടെ അട്ടപ്പാടി ആടുകൾ ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്. ആദിവാസി കർഷകരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്നും തീരെ തുച്ഛമായ വിലയിൽ ആടുകളെ വാങ്ങി മറിച്ചു വിൽക്കുന്ന ലോബിയും സജീവം. ആടുകളുടെ എണ്ണം കുറഞ്ഞതോടെ രക്തബന്ധമുള്ള ആടുകൾ തമ്മിലുള്ള അന്തർപ്രജനനം ഇംബ്രീഡിംഗ് വ്യാപകമായതും വനമേഖലയിൽ മേയുന്നതിനിടെ മറ്റു ജനൂസിൽപ്പെട്ട ആടുകളുമായുള്ള വർഗസങ്കരണവും ക്രോസ് ബ്രീഡിംഗ് അട്ടപ്പാടി ആടുകളുടെ വംശനാശത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം 4000-ഓളം മാത്രമാണ് അട്ടപ്പാടി മേഖലയിൽ ശുദ്ധ ജനൂസ് കരിയാടുകൾ അവശേഷിക്കുന്നത്. അട്ടപ്പാടി ആടുകളെ സംരക്ഷിക്കുന്നതിനായി അട്ടപ്പാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ സംരക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് ധോണിയിലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫാമിലും വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ആട് വളർത്തൽ കേന്ദ്രത്തിലും പാലക്കാട് തിരുവിഴാംകുന്ന് ഫാമിലും അട്ടപ്പാടി ആടുകളെ പരിചരിക്കുന്നുണ്ട്. അട്ടപ്പാടി ആടുകളുടെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി ഗവേഷണ പഠനങ്ങളും ഈ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു. ഒരു പ്രദേശത്ത് പരമ്പരാഗതമായി ഉരുത്തിരിഞ്ഞതും ഉൽപ്പാദിപ്പിക്കുന്നതും ഗുണവും മേന്മയുമെല്ലാം ആ നാടിന്റെ പൈതൃകത്തോടു കൂടി മാത്രം ചേർന്ന് നിൽക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾക്കാണ് ഭൗമസൂചിക പട്ടം ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിക്കുക. GI പദവി ലഭിക്കുന്നതോടെ പ്രശസ്ത ഉൽപ്പന്നത്തിന്റെ വിപണനത്തിനും ഉൽപാദനത്തിനുമെല്ലാം ആ നാടിനും ജനതക്കുമുള്ള അവകാശം നിയമപരമായി അംഗീകരിക്കപ്പെടും. GI പദവി നേടുക വഴി ഒരു പ്രത്യേക ബ്രാൻഡായി അംഗീകരിക്കപ്പെടുന്നതോടെ ഉൽപ്പന്നത്തിന്റെ വിപണി മൂല്യവും കയറ്റുമതി സാധ്യതയും ഉയരുമെന്ന് മാത്രമല്ല ആ നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രശസ്ത ഉൽപ്പന്നം തുണയാവുകയും ചെയ്യും. ഗന്ധകശാല അരിയും ജീരകശാല അരിയും മറയൂർ ശർക്കരയും തിരൂർ വെറ്റിലയും ഉൾപ്പെടെ കേരളത്തിലെ നിരവധി കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും ഭൗമസൂചിക പട്ടം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഭൗമസൂചിക പട്ടം GI ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് നേടിയ ആദ്യ ജീവി ഇനം കരിങ്കോഴി കടക്നാഥ് കോഴികളാണ്. ഇതുവരെ GI നേടിയിട്ടുള്ളവയുടെ പട്ടികയിൽ ഇടം പിടിച്ച ഏക ജീവിനവും കരിങ്കോഴികളിൽ തന്നെ. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദി ജനൂസ് ആടുകൾക്ക് GI പദവി നൽകുന്നതിനായി ഈയിടെ അപേക്ഷ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അട്ടപ്പാടിയുടെ മണ്ണിൽ ഉരുത്തിരിഞ്ഞ ആ നാടിന്റെ മാത്രം പൈതൃക സമ്പത്തായ കരിയാടുകൾ ഭൗമസൂചിക പദവി ലഭിക്കാൻ എന്തുകൊണ്ടും അർഹമാണ്. അട്ടപ്പാടി ബ്ലാക്ക് ആടുകളെ വംശനാശത്തിന് വിട്ടുനിൽക്കാതെയും ആടുകളുടെ വംശരക്ഷകരായ ഗോത്രജനതയ്ക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലും സംരക്ഷിക്കാൻ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പദവി നേടിയെടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു നല്ലൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ